1.5 കിലോഗ്രാം തൂക്കം വരുന്ന വജ്രം പതിച്ച അരപ്പട്ട, സ്വർണ്ണ കിരീടം, സ്വർണത്തിൽ തന്നെ തീർത്ത ഉടവാൾ, അങ്ങനെ 27 കിലോ തൂക്കം വരുന്ന 481 സ്വർണ്ണ ഉരുപ്പടികൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയിൽ നിന്ന് അന്ന് പിടിച്ചെടുത്ത സ്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മേൽ പറഞ്ഞത്. ഇതിൽ സ്വർണത്തിന് മാത്രം ഇന്നത്തെ വിപണി വിലയിൽ ഏകദേശം 20 കോടി രൂപയിലധികം മൂല്യം വരും. തമിഴ്നാട്ടിലെ കണ്ണായ സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 1526 ഏക്കറോളം ഭൂമി, 1.5 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം, 2 ലക്ഷം രൂപയുടെ കറൻസി നോട്ടുകൾ എന്നിവയും അന്ന് പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇതെല്ലാം കർണാടക സർക്കാരിൻ്റെ ട്രഷറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ജയലളിതയുടെ മരണശേഷം ഈ സ്വത്തിൽ അവകാശമുന്നയിച്ചുകൊണ്ട് സഹോദരൻ്റെ മക്കൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് തർക്കം ഉടലെടുത്തത്. എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് സുപ്രീം കോടതി വിധിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ഇവരുടെ ഹർജി അടുത്തിടെ കർണാടക ഹൈക്കോടതി തള്ളി. ഇതോടെയാണ് ഈ സ്വത്തുക്കളെല്ലാം തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ വിചാരണ നടന്ന ബംഗളൂരുവിലെ CBI പ്രത്യേക കോടതി വിധിച്ചത്. Of 6 companies to be confiscated to the state of Tamil Nadu. The court yesterday and today, took upon itself the responsibility of handing over all these items to the officers of the Home Department and the Vigilance Department of the state of Tamil Nadu. ഈ സ്വത്തെല്ലാം ലേലത്തിൽ വെച്ചാൽ വൻ തുകയായിരിക്കും തമിഴ്നാടിൻ്റെ ട്രഷറിയിലേക്ക് എത്തുക. ഇക്കാര്യത്തിൽ DMK സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്താകുമെന്നുള്ളത് രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.